ആ സാബുവാ. എന്താ സാബു? പഴയതുപോലെ ഒന്നും നടക്കണ സാബു. കച്ചവടമൊക്കെ ഭയങ്കര മോശം. വേറെ എന്തെങ്കിലും ഒരു പുതിയ പരിപാടി നോക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യണം. താനും സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. എന്താ അതെ, ഞാൻ വെറുതെ ഇരിക്കണ. എവിടെ പോകാനാ സാബു? ഞാൻ റെഡിയാണ്. പെരുന്നാളൊക്കെ അടിച്ചു വിളിക്കണമെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്തായാലും ഒരു ജോലി വേണം. പൈസ വേണം സാബു, അല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കാനുള്ള കാര്യം എന്ത് ചെയ്യും സാബു? എന്ത് പിടിക്കാണ്? ഇത്ര നാളായി ഞാനത് ചെയ്യണം. ഒരു കുഴപ്പമില്ല. അപ്പൊ ഓക്കെ. ഹലോ. ഹലോ. ആ സാബു, ഞാനിവിടെ ഉണ്ട്. ഞാൻ വീട്ടിലോട്ട് പോകാൻ പണിയാണ്. എന്തായി? നീ വേഗം പറഞ്ഞു. അങ്ങനെ വീട്ടിലെല്ലാവരും ഡ്രസ്സ് മേടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വന്നം. നമ്മുടെ റെയിൽ പാലമില്ലേ, അതിൻ്റെ അടിയിലുണ്ട് ഞാൻ. വേഗം വന്നം. എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം സാബു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്നം അത്യാവശ്യമാണ്. ശരി ശരി, എന്നാൽ ഞാൻ വരാം. ഇതെന്താ സാബു, ലുക്കൊക്കെ മാറ്റിയാ? നീ അറിഞ്ഞില്ലേ? എന്ത്? ടി വിയിൽ ന്യൂസ് വന്നു. എന്ത് ന്യൂസ്? നീ ടി വി ന്യൂസ് ഒന്നും കണ്ടില്ലേ? നീ കൊടുത്ത 2 പേരും ബുക്കെയുണ്ട്. നിന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ നിന്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്നെ പോലീസ് പിടിക്കുക സാബു? നിന്നെയും പോലീസ് പൊക്കും. സാബു, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ മക്കളവിടെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താടോ. എന്നെ പോലീസ് പിടിച്ച തൻ്റെ പേര് ഞാൻ പറയും. ഹലോ. ഹലോ, പെരക്കണ്ട. ഞങ്ങക്ക് ഡ്രസ് എടുക്കാൻ പോകണ്ടായിരുന്നു. അപ്പനെ കാണണമെങ്കിൽ വീട്ടിലോട്ട് വരാൻ പറയണോട്ടോ. എല്ലാരും റെഡി ആയിക്കണേ. അപ്പനെ കണ്ടില്ലല്ലോ. കാണുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം കേട്ടാ. എൻ്റെ മോനല്ലേ വിളിച്ചത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചതാകും. നീ മരിക്കണം.
നീ മരിച്ചാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ. നീ ജീവിച്ചിരുന്ന ഞാൻ അകത്ത് പോകും.